ബാക്ക് ടു ചാനൽ. അപ്പോൾ ഇന്ന് വന്നിട്ട് ഞാൻ എന്തിനാണ് ഈ വീഡിയോ ചെയ്യണമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തമിഴിൽ കണ്ടിട്ടുണ്ടാവും. എന്താ എൻ്റെ 10th റിസൾട്ടാണ് ഇന്ന്. അപ്പോൾ എനിക്ക് അറിയില്ല എങ്ങനെയാണ്, കാരണം ഫസ്റ്റ് ടൈമാണ് പബ്ലിക് എഴുതുന്നത്, ഫസ്റ്റ് ടൈമാണ് റിസൾട്ട് വരുന്നത്. ഞാൻ 10th അല്ലേ, അപ്പോൾ എനിക്കൊന്നും അറിയില്ലായിരുന്നു. റിസൾട്ട് എങ്ങനെയാണ് നോക്കുന്നതെന്ന് എനിക്കറിയില്ലായിരുന്നു. പിന്നെ ചേച്ചി പറഞ്ഞു തന്നിട്ടാണ് ചേച്ചി പോയത്. ചേച്ചി ഇവിടെ ഇല്ല, ചേച്ചി ഇപ്പോൾ കൊച്ചിയിലാണുള്ളത്. അപ്പോൾ ഞാൻ മാത്രമാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അതാണ് ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് ഈ വ്ളോഗ് ചെയ്യുന്നത്. അപ്പോൾ അയ്യോ എനിക്ക് എങ്ങനെ റിസൾട്ട് നോക്കണമെന്നൊക്കെ പറഞ്ഞ് ചേച്ചി പോയി. എന്നിട്ട് എന്താ, എനിക്ക് ഇന്ന് മെയ് 10-ാം തീയതി 9:30-ക്കാണ് റിസൾട്ട്. 9:15 സമയം. പിന്നെ നമുക്ക് 2 കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഒരു അനിൽകുമാറാണ് കമൻറ്റ് ഇട്ടിരുന്നത്, ചേച്ചീൻ്റെ +2 റിസൾട്ട് ചെയ്യോ, എന്താണ് ഇടാത്തത്, +2 റിസൾട്ട് എത്ര മാർക്ക് ഉണ്ട്. കമൻറ്റ് വന്നത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോയിൽ ആഡ് ചെയ്യുന്നത്. പിന്നെ ഞങ്ങൾ അന്ന് എടുക്കാമെന്ന് തന്നെ വിചാരിച്ചിരുന്നു, പക്ഷെ ഞങ്ങൾക്ക് പറ്റിയില്ല. ഞങ്ങളുടെ സിറ്റുവേഷന് അത് ഒട്ടും അനുകൂലമായി വന്നില്ലാത്തത് കൊണ്ടായിരുന്നു ഞങ്ങൾ അന്ന് വീഡിയോ എടുക്കാത്തത്. പക്ഷേ ഞാൻ എന്തായാലും ഈ വീഡിയോയിൽ ചേച്ചി ഒരു ചെറിയ ക്ലിപ്പ് ചേച്ചി പോകുന്നതിൻ്റെ അപ്പോൾ എനിക്ക് ഇങ്ങനെ ഈ വീഡിയോയിൽ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ക്ലിപ്പ് തന്നിട്ടുണ്ടായിരുന്നു. അത് ഞാനിവിടെ ആഡ് ചെയ്യുന്നുണ്ട്. ഹലോ, അപ്പോൾ ചിക്കുവിന് റിസൾട്ട് വരുന്നത് ഞാനിവിടെ ഉണ്ടാവില്ല എന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ ഇപ്പോഴേ മുൻകൂട്ടി ഒരു വീഡിയോ എടുത്തിട്ട് പോവാണ്. എന്തായാലും ചിക്കുവിൻ്റെ റിസൾട്ടിന് ഓൾ ദ ബെസ്റ്റ്. അവൾ ഈ വ്ളോഗിൽ എന്നെ ഉൾപ്പെടുത്തി അവൾ ഈ വ്ളോഗ് ഇടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പം അത്രയേ ഉള്ളൂ. ഞാൻ സ്ഥലത്തില്ല, അതുകൊണ്ടാണ് കേട്ടോ. അപ്പം അത്രയേ ഉള്ളൂ. അങ്ങനെ വിളിക്കാം, അങ്ങനെ വിളിക്കാം. അപ്പോൾ ഞാൻ കുറച്ച് എൻ്റെ തേനി കാണും, എനിക്കറിയില്ല. ടെൻഷൻ എടുപ്പിക്കാൻ വേണ്ടിട്ട് മാർച്ച് 26-ാം തീയതി എനിക്ക് കിട്ടി, നല്ല മാർക്ക് കിട്ടിയോ, സന്തോഷായി. അയ്യോ ഞാൻ എല്ലാവർക്കും ഒന്ന് മെസ്സേജ് അയക്കട്ടെ. അംഗം കഴിഞ്ഞൂടെ. അയ്യോ ഞാൻ കരഞ്ഞു കുളമാക്കി. എനിവേ എനിക്ക് നല്ല മാർക്ക് കിട്ടി. ഞാൻ എൻ്റെ എക്സാം എഴുതുന്നതിന് മുന്നേ എൻ്റെ മനസ്സിൽ എനിക്ക് കിട്ടും എന്നുള്ളൊരു മാർക്ക് 435 അപ്പോൾ ഞാനിങ്ങനെ ഇവരോടൊക്കെ പറഞ്ഞു, അമ്മ എനിക്കിത് കിട്ടുന്നുണ്ട്, എൻ്റെ മനസ്സ് പറയുന്നുണ്ട് പറഞ്ഞു. എന്നിട്ട് ഞാൻ പിന്നെ എന്തൊക്കെയാണ് പ്രതീക്ഷ വിട്ടുവിട്ടു. എക്സാം കഴിഞ്ഞപ്പോൾ എനിക്കത് കിട്ടില്ല തന്നെ ഓർത്തു. എൻ്റെ അകത്തു. അപ്പോൾ ഇവിടെ നാട്ടുകാർ വിചാരിക്കും ഇപ്പോൾ ഭ്രാന്താന്ന്. ഓക്കെ, അപ്പോൾ എൻ്റെ പ്രതീക്ഷ ഞാൻ മൊത്തം കളഞ്ഞു. എനിക്ക് കിട്ടില്ല എന്ന് തന്നെ ഞാൻ വിചാരിച്ചു, പക്ഷെ എനിക്ക് കിട്ടി. എനിക്ക് വയ്യ അമ്മ. ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ടാറ്റാ.